അധികം കുറയ്ക്കണോ? പറ്റ വെട്ടിക്കൊള്ളാനെ സരസ്വതേച്ചി പറഞ്ഞേക്കണേ. ഓ, നമ്മുടെ മോഹനമാഷിന്റെ പടം ഒന്നിലും കാണുന്നില്ലല്ലോ നാണപ്പേട്ട. ഇപ്പോഴങ്ങോട്ട് പോയതല്ലേ ഉള്ളൂ, അടുത്തത് വരുമായിരിക്കും. ഇത്രയും കാലമായിട്ട് അണ്ണനെ കൊണ്ട് നടക്കാത്ത കാര്യം ഇനി നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പറഞ്ഞു വിഷമിക്കണ്ട. ഇത്തിരി നാണം കെട്ട പരിപാടിയാണെങ്കിലും അണ്ണന് വേണ്ടി ഞാനത് ചെയ്യും. അണ്ണൻ കണ്ടോ? പുഷ്പേച്ചി, എന്താ മണിയാ? ഒരു കാര്യം പറയാനുണ്ട്. ഇവനാണ് പയ്യൻ. മണിയൻ എന്നല്ലേ പേര്? ഈ സോഡ ഫാക്ടറിയിലല്ലേ വർക്ക് ചെയ്യുന്നത്? എന്താ സാറേ കാര്യം? ഇവന്റെയാണ് കട. അത് ശരി, നീ ആദ്യം വണ്ടി ഒരു തെറ്റും ചെയ്യാത്തവരെ എന്തിനാ പിടിച്ചോണ്ട് പോണേ? കുറെ നാളായി ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റിനാ പിടിച്ചോണ്ട് പോകുന്നത്. ബാലവേല ഈ നാട്ടിൽ നിരോധിച്ചായി പെങ്ങൾക്കറിയില്ലേ? ഞങ്ങൾ ചൈൽഡ് ലൈൻ പ്രവർത്തകരാണ്. ഇതൊന്നും ഇനി ഇവിടെ നടക്കില്ല. അയ്യോ സാറേ, ചന്ദ്രേട്ടൻ ഇവനെ സ്വന്തം അനിയനെ പോലെ നോക്കണേ. അവനിവിടെ ഒരു കഷ്ടപ്പാടും ഇല്ല. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കോടതി. വണ്ടി മാറ്റാൻ പറയൂ. അവനെ പിടിക്ക്. എന്റെ അണ്ണന് പുഷ്പേച്ചിനെ ഭയങ്കര ഇഷ്ടാ. കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്. വിക്കായതുകൊണ്ട് പറയാൻ പറ്റാഞ്ഞതാ. ഇതിപ്പോ വന്ന് കേറി ബാഗ് വീട്ടിൽ വെച്ചേയുള്ളൂ. ഇപ്പൊ ശരിക്കും സിനിമ നടനെ പോലെ ഗമയായല്ല. അല്ല, 2 ആഴ്ച കഴിഞ്ഞാ വരുള്ളൂ എന്ന് പറഞ്ഞിട്ട്? എനിക്കിനി കുറച്ച് ദിവസം കഴിഞ്ഞേ ഉള്ളൂ. അവിടെ കാർ ഡ്രൈവ് ചെയ്യണ സീനാ. പണ്ട് ലൈസൻസ് എടുത്താണെങ്കിലും പ്രാക്ടീസ് ഇല്ലല്ലോ, അതുകൊണ്ട് പ്രാക്ടീസ് ചെയ്തിട്ട് വരാന്ന് പറഞ്ഞു പോന്നു. സത്യം പറഞ്ഞാ എനിക്കിപ്പോഴേ മടുത്തു. എന്ത് സിനിമ എന്നൊക്കെ പറഞ്ഞാലും എൻ്റെ മനസ്സിവിടെ കിടന്നിങ്ങനെ ചുറ്റുക. കാറിന് പകരം സൈക്കിൾ ഓടിച്ചാൽ എങ്ങനെയാ? ഇതേപോലെ ഒരു സീൻ സിനിമയിലുണ്ട്. എനിക്കല്ല, നായകന്. കോളേജിൽ നിൽക്കുന്ന നായികയുടെ ചുറ്റും സൈക്കിൾ റൗണ്ട് അടിച്ച് നിർത്തിയിട്ട് ലവ് എന്ന് പറയാൻ വരാ. ഇതുപോലെ എന്നിട്ട് പറയാൻ പറ്റില്ല, അപ്പോഴേക്കും പ്രിൻസിപ്പൾ വരും. നിങ്ങളുടെ നായകൻ സിനിമ തീരുന്നതിന് മുമ്പെങ്കിലും പറയോ ലവ് ആണെന്ന്? ഇതൊക്കെ പറഞ്ഞിട്ട് വേണം അറിയാൻ. അവർക്ക് 2 പേർക്ക് അറിയാം പരസ്പരം ഇഷ്ടമാണ്, പക്ഷേ പറയണില്ലെന്ന് മാത്രം. നിങ്ങളുടെ കാര്യമൊന്നും ശരിയല്ല. പെണ്ണിന്റെ മനസ്സങ്ങനെ പെട്ടെന്നൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല. അടുത്ത് പെരുമാറുന്നത് ലവ് തന്നെ ആകണമെന്നില്ലല്ലോ. അവളുടെ മനസ്സിൽ വേറൊരാൾ ഉണ്ടായിക്കൂടെ? ഉണ്ടാവട്ടെ, എനിക്കെന്താ. ഞാനേ ഈ സാധാരണ പെണ്ണുങ്ങളുടെ കാര്യം പറഞ്ഞത്. എല്ലാവരുടെ മനസ്സ് പഠിക്കാനുള്ള അറിവൊന്നും എനിക്കില്ല. ഞാൻ സിനിമയിലെ കഥയുടെ കാര്യം പറഞ്ഞതിന് മാഷെന്തിനാ ദേഷ്യപ്പെടുന്നത്? ഞാനും കഥയുടെ കാര്യം തന്നെ പറഞ്ഞത്. ആ കഥ നിനക്ക് ശരിയല്ലെന്ന് തോന്നുകയാണെങ്കിൽ വിട്ടേക്ക്. നിക്ക് മാഷേ നിക്ക്. ഒരു കഥയിലെ അഭിപ്രായം പറഞ്ഞത് ഇത്ര വലിയ തെറ്റായി പോയാ? എങ്കിൽ ഞാനൊരു സത്യം പറയട്ടെ. ആ കഥ ശരിയല്ലെന്ന് ഞാൻ ചുമ്മാ മാഷിനെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാ. മാഷ് പറഞ്ഞ കഥ 100% ശരിയാ. പക്ഷേ ക്ലൈമാക്സ് ഒരു ഗംഭീര ട്വിസ്റ്റ് ഉണ്ട്. അത് നിനക്ക് ഇഷ്ടാവും. അതായത് ഈ നായകൻ നായികയെ വഞ്ചിച്ചിട്ട് വേറൊരുത്തി വിവാഹം കഴിക്കുന്ന. എങ്കിൽ ഞാൻ ആ നായകനെ കഴുത്ത് ഞെരിച്ചു കൊല്ലും. നിക്ക് മാഷേ. സെക്രട്ടറിക്ക് ഇന്നത്തെ ദിവസം മോശമാണ്. ഇത് വലുതാ, ഇതൊന്ന് വെച്ച് നോക്കിയേ. അല്ല, ഇത് ആര്? എന്താണ് ഇപ്പൊ ഇങ്ങനൊരു വേഷം? മോ സിനിമ കാണാകുമ്പോ നമ്മ ഇത്തിരി വെടിപ്പം മേനയിലൊക്കെ അടക്കണ്ടേ മോളെ? മോന് മാത്രല്ല കേട്ടാ, ഇപ്പൊ വേണമെങ്കിൽ അച്ഛനെ സിനിമയിൽ അഭിനയിക്കാം. സർക്കസ് ആയിരിക്കും ഭേദം.
എന്താ ഇത്ര കളിക്കാ എനിക്കിത് കാണാൻ വയ്യായേ. എന്താ ഞാൻ വല്ല തുണിയിലാണ് നിക്കണ ഇതിലും ഭേദം അതായിരുന്നു കേട്ടോ. നിന്ന് കളിക്കാണ്ട് പോലെ പണിയെടുക്കടാ ചാവമേ. എല്ലാത്തിനും അസൂയാണ് മോളെ. ഇങ്ങനെയാണ് നമ്മ പോലെ ടൗണിലോട്ട് താമസം മാറ്റാൻ പോണേണ്. ഓ പരിഷ്കാരല്ലാത്ത ഈ പിശാചിക്കടെ മോന്തകാണ്ടല്ല ചാവങ്ങള്. എങ്ങനെ ആ ഡ്രസ്സ് പോയി ഊരിട്ടെ. ഇത് നീ ഇടാത്തവരാടാ. ഇടാത്ത സിനിമയിലെ വേഷം കൊണ്ടാ മനുഷ്യനെ നാണം കിടത്താൻ പറഞ്ഞു എടുക്ക്. കൂടുതൽ കളിപ്പിച്ചാൽ ഇവിടെ വെച്ച് ഊരി ശ്രദ്ധിക്കല്ലേ. വിടറാ. എന്താണ് മാഷേ, ഡ്രൈവിംഗ് ഒക്കെ ശരിയായ? ആ അതൊക്കെ അപ്പൊ തന്നെ ശരിയായില്ലേ. ഒരു റൗണ്ട് അടിക്കാൻ വരുന്നോ നീ? ഏയ് ഞാനില്ല. എന്താ? കാറൊക്കെ സിനിമാ നടന്മാർക്ക് പറഞ്ഞിട്ടുള്ളതാ. ഞങ്ങ പാവങ്ങള് വല്ല വള്ളത്തേലും കേറിക്കോളാവേ. ചുമ്മാ ഗമ കാണിക്കാതെ ഈ പാവം കൊട്ടി കേറിയേ. വേണ്ട, ഞാനില്ല, എനിക്ക് ചമ്മലാ. നടുക്കടലിൽ വള്ളത്തിൽ പോണ പെണ്ണിന് ചമ്മല. ആഹാ, എന്നാ പിന്നെ കേറാതെ വിടണ പ്രശ്നം. വേണ്ട മാഷേ, മാഷേ. അവളുടെ ഒരു ചമ്മൽ. എന്റെ മോളെ നമ്മൾ വിചാരിച്ച പോലെയല്ല കാര്യങ്ങൾ. കെ പി നല്ലവനും ശുദ്ധനും നന്മയുള്ളവനൊക്കെ തന്നെയാണ്. പക്ഷെ അയാൾ നോർമലല്ല. നോർമലല്ലേ എന്ന് വെച്ചാ? അയാളൊരു കടുത്ത മാനസിക രോഗിയാണ്. ഇത്രയും കാലം നിങ്ങളുടെ കൂടെ കഴിഞ്ഞിട്ടും മറ്റ് അപകടങ്ങൾ ഉണ്ടാകാതിരുന്നത് ദൈവഭാഗ്യമാണെന്ന് കരുതിയാൽ മതി. അക്രമവാസന, ആത്മഹത്യാശ്രമം, ഇതൊക്കെ ഇത്തരം രോഗികൾ കാണിക്കും. ഒരു മകളുടെ സ്നേഹം നിന്നിൽ നിന്നും കിട്ടിയത് കൊണ്ട് മാത്രമാണ് അയാൾ എപ്പോഴും ജീവിച്ചിരിക്കുന്നത്. ഇനി അധികം റിസ്ക് എടുക്കാൻ നിൽക്കണ്ട. ഇയാളുടെ മകനെ അപ്പച്ചൻ കണ്ടിട്ടുള്ളതല്ലേ. അയാളെ വിവരം അറിയിച്ച് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് കൊണ്ടുപോകാൻ പറയണം. അവർക്ക് പക്ഷേ കെ പിയോട് വലിയ അടുപ്പമൊന്നുമില്ല. കെ പിയുടെ പേര് പറഞ്ഞ തന്നെ അവരന്ന് തല്ലിയില്ലെന്നേ ഉള്ളൂ. അതൊക്കെ അവരുടെ കുടുംബകാര്യം. എന്തായാലും അപ്പനും മക്കളൊക്കെ അല്ലേ. മാത്രല്ല ഇവിടെ വെച്ച് വല്ല അനർത്ഥവും സംഭവിച്ച ഉത്തരം പറയേണ്ടത് നീയാ. എന്റെ അഭിപ്രായത്തിൽ നീ തന്നെ ചെന്ന് കാര്യങ്ങൾ പറയണം. അപ്പച്ചന് വീടറിയാലോ. വീടറിയാം, പക്ഷെ അവരെന്നെ പഠിക്കാത്തോട്ട് പോലും കയറ്റുമോന്നറിയില്ല. ഞാൻ പോയേനെ. പക്ഷേ ഇന്ന് തന്നെ എറണാകുളത്ത് എത്തണമെന്നാ സിനിമക്കാര് പറഞ്ഞേക്കണേ. സാരല്ല, ഞാൻ വരാം. അച്ഛൻ ഉണ്ടാ ഞങ്ങൾക്കൊരു ധൈര്യ. ഫാദർ ചായ കുടിക്കാം. മിസ്റ്റർ ഫിലിപ്പ് മറുപടിയൊന്നും പറഞ്ഞില്ല. നിങ്ങൾ അങ്ങോട്ട് വരുന്നോ അതോ ഞങ്ങൾ അദ്ദേഹത്തെ ഇങ്ങോട്ട് കൊണ്ടുവന്നാക്കണോ? കുര്യൻ പൗലോ എൻ്റെ അപ്പം തന്നെയാണ്. ഈ പറഞ്ഞതൊക്കെ ശരിയായ കാര്യങ്ങളുമാണ്. സ്വത്ത് ഭാഗം വെച്ച് തന്നെ പിന്നെ ഞങ്ങൾ തമ്മിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. നിസ്സാര കാര്യങ്ങൾ പറഞ്ഞ് അപ്പം തന്നെയാണ് കേസ് കൊടുത്തത്. ഞങ്ങൾ മക്കളുടെ ഭാഗത്തും തെറ്റ് സംഭവിച്ചിട്ടുണ്ട്. വാശിയും വഴക്കൊക്കെ വന്നപ്പോൾ അപ്പനാണ് മക്കളാണെന്നൊക്കെ മറന്നുപോയി. ഒരു കുമ്പസാരക്കൂട്ടിലും തീരാത്ത തെറ്റ് തന്നെയാണ് അത്. കാരണം 6 ആൺമക്കളുള്ള കോടീശ്വരനായ ഞങ്ങളുടെ അപ്പൻ അവസാനം ഒരു അനാഥാലയത്തിൽ കിടന്നിട്ടാണ് മരിച്ചത്. ഇപ്പോൾ ഏതാണ്ട് ഒരു 6 മാസമായി കാണും. ദേ ഇതാണ് ഞങ്ങളുടെ അപ്പൻ. മരിച്ചുപോയ അപ്പൻ്റെ പേരും പറഞ്ഞു വന്നുകൊണ്ടാണ് ഇയാളെ ഞാനൊന്ന് ദേഷ്യപ്പെട്ടത്. നിങ്ങളുടെ കൂടെയുള്ളത് ഇവിടുത്തെ കഥകളൊക്കെ അറിയാവുന്ന മറ്റാരോ ആണ്. ഇവിടുത്തെ കഥകൾ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് അറിയാവുന്ന ആളാവുമ്പോൾ ഇനി നിങ്ങളുടെ ബന്ധുക്കളിൽ ആരെങ്കിലും? ബന്ധുക്കളൊന്നും അങ്ങനെ മിസ്സായതായിട്ട് എനിക്കറിയില്ല. ആദ്യം ഞങ്ങളോട് പറഞ്ഞ പേരെ കുമാരപ്പണിക്കരുന്നോ? കുമാരപ്പണിക്കർ എന്ന പേരുള്ള ഒരു വക്കീൽ കുമസ്തനുണ്ട്. അയാളോട് അടുത്താ താമസം. അപ്പനുള്ളപ്പോൾ 1-2 പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട്. ഇനി അയാളോ മറ്റോ ആയിരിക്കുമോ? എന്നാ പിന്നെ അതൊന്ന് അന്വേഷിക്കാം. ആരോ വന്നിട്ടുണ്ട്. ദേവി ഇത് ബഹളം ഉണ്ടാക്കാതിരിക്കും. അറിയട്ടെ, എല്ലാവരും അറിയട്ടെ ഈ വീട്ടിലെ കഥകള്. വാതിൽ തുറക്കണോ?
തുറക്കണ വാതിലും നാശകം. കുമാരപ്പണിക്കരുടെ വീടല്ലേ? നിങ്ങൾക്ക് എന്താ വേണ്ടേ? കുമാരപ്പണിക്കരുടെ ആ മഹാമനുഷ്യന്റെ മകനാ, ഒരേ ഒരു മകൻ, നാട്ടുകാർക്കും വീട്ടുകാർക്കും വെറുക്കപ്പെട്ടവൻ, സ്വന്തം അച്ഛനെ കൊല്ലാൻ നടക്കുന്നവൻ. എന്താ ഇനി വല്ലതും അറിയണോ? ഞാൻ മരിച്ചില്ലെങ്കിൽ അവൻ എന്നെ കൊല്ലും. നിങ്ങൾക്ക് എന്താ വേണ്ടെന്ന് പറഞ്ഞില്ല. എന്താ വല്ല കൊട്ടേഷനും ഉണ്ടോ? ഉണ്ടെങ്കിൽ പറ. പണത്തിന് വേണ്ടി ഞാനിപ്പോ എന്തും ചെയ്യും. എന്നെ എങ്ങനെ ആക്കിയത് നിങ്ങളുടെ ആ കുമാരപ്പണിക്കരാ. അച്ഛൻ പറ, ഒരു ക്രിസ്ത്യാനി പെണ്ണിനെ സ്നേഹിച്ച് മഹാഭാവാണോ അച്ചോ? സമ്മതിച്ചില്ല. അയാളുടെ വാശി കാരണം എനിക്ക് അവളെ കൈയൊഴിഞ്ഞ് മറ്റൊരുത്തെ കെട്ടേണ്ടി വന്നു. പിറ്റേന്ന് തന്നെ അവള് ചത്തു കളഞ്ഞു. പിന്നെ എനിക്ക് എങ്ങനെ സമാധാനം ഉണ്ടാവും അച്ചോ? അച്ഛൻ ഒരു 100 രൂപ വരുമോ? ചെറിയൊരു അത്യാവശ്യം ഉണ്ടായിരുന്നു, തിരിച്ചു തരാം. അവൻ പോയല്ലോ അല്ലേ? ക്ഷമിക്കണം, അവനെന്തെങ്കിലും മോശമായിട്ട് പെരുമാറി കാണും. ഈ കുമാരപ്പണിക്കര് അത് ഞാനാ. എന്റെ മകൻ എന്നെ കൊല്ലാൻ നടക്കുന്ന കഥയൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളത് ഒരേ ഒരാളോട് മാത്രം. അതെന്റെ സാറിനോടാ. ഈ വീട്ടിലാ സാറ് താമസിച്ചിരുന്നത്. ഇതാ എന്റെ സാറ്, അഡ്വക്കേറ്റ് ഇമ്മാനുവൽ. ഒരു പാവം പിടിച്ച വക്കീലായിരുന്നു. സത്യസന്ധമായ കേസുകളെ എടുക്കൂ. സാധുക്കളോട് ഫീസ് പോലും വാങ്ങാറില്ല. മക്കളുമായിട്ടുള്ള കുര്യമ്പോയിലൂടെ കേസെടുത്തിരുന്നത് സാറാ. അടുത്ത കൂട്ടുകാരനെ പോലെ കുര്യമ്പോയിലോ എല്ലാ സങ്കടങ്ങളും പറഞ്ഞിരുന്നത് സാറിനോടായിരുന്നു. മറ്റുള്ളവരുടെ സങ്കടങ്ങൾ അവരെക്കാൾ കൂടുതൽ ഏറ്റുവാങ്ങുന്ന മനസ്സായിരുന്നു. എന്റെ ജീവിതവും കുര്യമ്പോയിലൂടെ ജീവിതവും ഒക്കെ സാറിനെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട്. മനസ്സിന്റെ സമനില തെറ്റിയപ്പോ അതൊക്കെ സ്വന്തം ജീവിതം തന്നെയാണെന്ന് നിങ്ങൾക്ക് തോന്നിക്കാണും. താളം തെറ്റിയ മനസ്സിന്റെ വികൃതികൾ, അല്ലാതെ എന്താ പറയുക. എങ്ങനെയാ അദ്ദേഹത്തിന് ഈ അവസ്ഥ വന്നേന്ന് പണിക്കര് പറഞ്ഞില്ല? ദാ ആ ഫോട്ടോ കണ്ടോ? കൂടെ നിൽക്കുന്നത് സാറിന്റെ മോളാ, മിനിക്കുട്ടി. കുറെ കാലം കുട്ടികളില്ലാതെ നേർച്ചയും കാഴ്ചയുമായി നടന്നപ്പോ ഈശ്വരനൊരു ദയവ് കാണിച്ചു, ഒരു മകളെ നൽകി. പക്ഷെ ഭാര്യ അങ്ങ് കൊണ്ടുപോയി. പിന്നീട് അച്ഛനും അമ്മയുമായി ആ കുഞ്ഞിനെ വളർത്തിയത് സാറ് തന്നെയാണ്. മോൾക്ക് എഞ്ചിനീയർ ആവാനായിരുന്നു ഇഷ്ടം. കോയമ്പത്തൂരിലെ ഒരു കോളേജിലാ സീറ്റ് ശരിയായത്. ഇവിടെ എവിടെയെങ്കിലും പഠിച്ചാൽ മതിയെന്നായിരുന്നു സാറിന്. മോള് സമ്മതിക്കണ്ടേ? അവളുടെ വാശി തന്നെ ജയിച്ചു. ഇന്റർവ്യൂവിന് കോയമ്പത്തൂർക്ക് പോയതാ രണ്ടുപേരും. എന്ത് സന്തോഷത്തിലാ ഇവിടെ നിന്ന് പുറപ്പെട്ടതെന്നോ. പണിക്കരെ, അഡ്മിഷൻ ശരിയാക്കിട്ടെ ഞങ്ങളൊന്ന് കറങ്ങിയിട്ടൊക്കെ വരൂ. അയ്യോ, അപ്പൊ കോടതിയും കേസൊക്കെ പിന്നെ ക്ലാസ് തുടങ്ങിയാ പിന്നെ ഇവിടെ ഇങ്ങനെ എപ്പോഴും കൈ കിട്ടുവോ? പണിക്കരെ, താൻ്റെ മോളോട് ബെസ്റ്റ് ഓഫ് ലക്ക് പറഞ്ഞോ? അയ്യോ, എനിക്കതൊന്നും അങ്ങനെ പറയാൻ. പണിക്കരമ്മ പറയാതെ തന്നെ ഞാൻ അത് കേൾക്കുന്നുണ്ട്. അത് മതി. ശരി പണിക്കരെ. മോള് കറിയാം. ബൈ. അഡ്മിഷനൊക്കെ സ്മൂത്ത് ആയിട്ട് കഴിഞ്ഞപ്പോ ഹാപ്പി ആയില്ലേ? സോ ഹാപ്പി. പക്ഷെ ഞാൻ അത്ര ഹാപ്പി അല്ല. നിന്നെ പിരിഞ്ഞിരിക്കുന്ന കാര്യം ആലോചിക്കുമ്പോ. ഡാഡി. സാരമില്ല, ഞാൻ ആഴ്ച ഒരിക്കൽ വന്ന് കണ്ടോളാം. കഴിക്കും.
ഡാഡി ഒന്ന് ATM കയറിയിട്ട് വരാം. എന്താ? അല്ല, ATM കയറി കാശ് എടുത്തിട്ട് വരാം. ഞാൻ വരാം. വേണ്ട, മോൾ ഇവിടെ ഇരുന്നാൽ മതി, വെറുതെ റോഡ് ക്രോസ് ചെയ്യണ്ട. വരാം. അതോടെയാ സാറിൻ്റെ മനസ്സിൻ്റെ താളം തെറ്റിയത്. 1-2 പ്രാവശ്യം ആത്മഹത്യക്ക് ശ്രമിച്ചു. അപ്പം ഞാൻ തന്നെയാ അടുത്തുള്ള മെൻ്റൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തത്. എൻ്റെ അവസ്ഥ നിങ്ങൾ കണ്ടതല്ലേ. പ്രൈവറ്റ് ആശുപത്രിയിലായതുകൊണ്ട് പണച്ചെലവ് താങ്ങാൻ പറ്റാതെ എനിക്ക് സാറിനെ തിരിച്ചു കൊണ്ടുവരേണ്ടി വന്നു. ഉള്ളതിൽ ഭേദപ്പെട്ട ഏതെങ്കിലും സർക്കാർ ആശുപത്രിയിലാക്കണമെന്ന് കരുതിയിരിക്കുമ്പോഴാ സാറ് എങ്ങോട്ടോ ഇറങ്ങിപ്പോയത്. സത്യം പറഞ്ഞാൽ ഞാനും പിന്നെ കാര്യമായിട്ട് ശ്രദ്ധിച്ചില്ല. ഇതുപോലൊരു മോളെ കിട്ടിയതുകൊണ്ടായിരിക്കാം സാറ് പിന്നീട് ഇങ്ങോട്ട് തിരിച്ചു വരാതിരുന്നത്. അപ്പോഴേക്കും കണ്ണു നിറഞ്ഞോ? മോളെ കാണാത്തതിൽ അച്ഛന് നല്ല വിഷമമുണ്ട്, അതുകൊണ്ടാ പിണങ്ങിയത്. എനിക്കൊന്നുമില്ല, ഒരു ചെറിയ തലകറക്കം, ഈ കണ്ണിന്റെ പ്രശ്നമാണ്. ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വെല്ലൂർ വരെ പോണമെന്ന് ഫാദർ പറഞ്ഞു, അത്രേ ഉള്ളൂ. താമരെ, എന്നെ അച്ഛൻ വിളിക്കണ്ട്. അയ്യോ, ഇനിയും വല്ല കഷായം കുടിപ്പിക്കാനായിരിക്കും. ചെല്ല് ചെല്ല്. പ്രായം ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഇനി ശരിക്കുള്ള ഓർമ്മ തിരിച്ചു കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. പോകെ പോകെ കാര്യങ്ങൾ കൂടുതൽ വഷളാവുകയും ചെയ്യും. എൻ്റെ അടുത്ത സുഹൃത്തായ ഫാദർ സൈമൺ വെല്ലൂരൊരു സ്ഥാപനം നടത്തുന്നുണ്ട്. ഇത്തരം രോഗികൾക്ക് മരണം വരെ പരിചരണവും ആശ്രയവും ഒക്കെ അവിടെ കിട്ടും. ഇദ്ദേഹത്തെ അങ്ങോട്ട് അയക്കാനുള്ള ഏർപ്പാടുകളൊക്കെ ഞാൻ ചെയ്തു കഴിഞ്ഞു. അയ്യോ അച്ഛാ, അത് സങ്കടം ഉണ്ടാവും, പക്ഷേ നമ്മൾ കാര്യങ്ങൾ പ്രായോഗികമായിട്ട് ചിന്തിക്കണം. എല്ലാം നല്ലതിനാണെന്ന് കരുതിയാൽ മതി. മോളെ കൂടെ കൊണ്ടുപോയി കൊള്ളാമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ അവിടുത്തെ ആശുപത്രിയിൽ പെണ്ണുങ്ങളെ കൂടെ നിർത്തത്തില്ല എന്ന് അച്ഛൻ പറഞ്ഞു. സാരമില്ല, ഞാൻ പെട്ടെന്ന് വരും.
എനിക്ക് പിണങ്ങാനും വഴക്കിടാനും വേറെ ആരാ ഉള്ളത്? പെട്ടെന്ന് ഇങ്ങനെ വരും, പെട്ടെന്ന് വരും. എന്നിട്ടൊന്നും പെടക്കണില്ലല്ലേ? കുറച്ചു നേരം പഠിച്ചിട്ട് റെസ്റ്റ് എടുക്കണേണ്. എന്തേ? ഒന്ന് പോടാപ്പാ. ഞാൻ പോയാ നിന്റെ മത്തി പെടക്ക് പോകും. ഉളിക്കണ്ട പണിയെടുക്കടാ. ഇതെന്ത് പറ്റി? കനകമ്മ ആസ്മ പിടിച്ച് വലിയോട് വലിയാണ്. വലിച്ചോണ്ട് തന്നെ ഈ മീനെടുത്തന്നെ തലയെ വെച്ച് തന്നു. പിന്നെന്ത് ചെയ്യാനാണ്? അയ്യോ, ഏ ശ്രീലങ്കയിൽ നിന്ന് നീന്തി വന്ന മീനാണ്. കുറച്ചെടുക്കട്ടെ. പുതുമണവാളിന് മണവാട്ടി കൂടി അങ്ങോട്ടാ? ഇവളുടെ അമ്മയുടെ വീട്ടിലേക്കാ വിരുന്നിന്. വാ. പുഷ്പേനെ കെട്ടിയപ്പോ അവന്റെ വിക്കും പോയാ? മീൻ വെക്കണാ? ഓ, എല്ലാരും കൂടി കണ്ണു വെച്ച് പടം വന്നപ്പോ ആൾക്കൂട്ടത്തിൽ പോലും ആ ചെറുക്കനെ കാണാനില്ലാണ്ടായി. പിടിച്ചിട്ട് വെട്ടിക്കളഞ്ഞെന്ന്. പിടിച്ചിട്ട് വെട്ടാ സിനിമ എന്ന് പറഞ്ഞാൽ എന്താ അയിലേ മത്തിയാണോ? ഓരോരുത്തർക്കും ഓരോ പണി പറഞ്ഞിട്ടുണ്ട്. താല്പര്യമില്ലാതെ എന്ത് ചെയ്താലും നമ്മൾ രക്ഷപ്പെടില്ല. ഈ വള്ളത്തിനിടുന്ന പൈസ പോലും എനിക്ക് സിനിമയിൽ കിട്ടിയിട്ടില്ല. പണിക്ക് ഒരു സുഖമില്ല. ഇവിടത്തെ സുഖം എന്താണെന്നൊക്കെ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അല്ലെങ്കിൽ ഈ സിനിമ എന്ന് പറയുന്നത് നാടകത്തിന്റെ ഏഴായാലത്ത് നിൽക്കൂല. കിട്ടാത്ത മുന്തിരി താഴെ കിടക്കണം. അല്ല താമരെ, പിരിഞ്ഞിരിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് നീ വെല്ലൂരിന് തിരിച്ചു കൊണ്ടുവന്ന മുതലെന്തേ? ആ, ശരിക്കുള്ള പേര് അതല്ലല്ല. അത് തന്നെ, KP കള്ളപ്പരിശ. എന്റെ അമ്മ ഈ പട ചാവൂലട്ടാ. എന്താണ് ഗുലുമാല വെച്ചിട്ട് വന്നിട്ടല്ല? കർത്താവേ, ആ നിൽക്കുന്നതാണ് പെണ്ണ്. ചെറുക്കനൊരു വള്ളവും വലയും ഞാൻ വാങ്ങിച്ചു തരാം. എന്തേ? നിർത്ത്. ആ വള്ളം വലയും പുറത്തു കൊടുക്കണേ തന്നെ KP. അത് എനിക്ക് ഇങ്ങ് തന്നേക്ക് അല്ലേ? പിന്നെ അല്ലാതെ. നിങ്ങൾ ചെല്ലേ, ഇത് ചുമ്മാ ഒരു തമാശയായിട്ട് മാത്രം കണ്ടാൽ മതി. എന്നാ പിന്നെ ചെല്ല്. ഈ KP എങ്ങനെ വിട്ടാ ശരിയാവില്ലല്ലോ മാഷേ. എന്തേ? KP ആഴക്കടലിന്റെ സൗന്ദര്യം കണ്ടിട്ടുണ്ടോ? കടലിന്റെ നടുവിൽ പോയിട്ട്. അയ്യോ, കടലെനിക്ക് പേടിയാ. എന്നിട്ടാണ് കടലിൽ പോയി ചാടിയത് എന്ന് പറഞ്ഞാ വേറെ പേടിയൊക്കെ ഞങ്ങൾ മാറ്റിത്തരാം. അന്ന് വള്ളത്തിൽ കയറി. പുറംകടലിലെ മനുഷ്യനെ തിന്നണ വലിയ സ്രാവുകളുണ്ട്. കാണിച്ചേരാട്ടാ. കിനാവള്ളി, കടലാന, മനുഷ്യനെ വെടിവെച്ചോളണ കപ്പല്, അങ്ങനെ എന്തൊക്കെ ഉണ്ടെന്നറിയാമോ? വേറൊന്നുമല്ല, പണ്ട് എന്റെ അച്ഛൻ എന്നെ കരയിൽ നിർത്തിയിട്ട് പോവാൻ പേടിയായിരുന്നു. അതുപോലെ കുസൃതി കാണിക്കണ ഈ കുട്ടിയെ തനിച്ച് കരയിൽ നിർത്തിയിട്ട് പോവാൻ ഇപ്പൊ എനിക്കും പേടിയാ. ഇങ്ങോട്ട് വാ. ആ